US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കമല ഹാരിസ് മത്സരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കമല ഹാരിസിനെ നിർദ്ദേശിച്ച ശേഷമാണ് മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നതായി ജോ ബൈഡൻ അറിയിച്ചത്. ഓഗസ്റ്റ് 19 ഷിക്കാഗോയിൽ നടക്കുന്ന ഇതിലാണ്, അതായത് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, പ്രതീക്ഷിച്ചത് തന്നെയാണ്, ജോ ബൈഡൻ നിർദ്ദേശിച്ചതും കമല ഹാരിസിന്റെ പേരാണ്. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കി. എന്തൊക്കെയാ പുതിയ വിശദ വിവരങ്ങൾ? തീർച്ചയായും ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കി. കാരണം അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്ന നിലപാട് അറിയിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ തന്നെ കമല ഹാരിസിനെ കൃത്യമായി എൻഡോസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ എന്നാൽ കൃത്യമായി കമല ഹാരിസ് ആണ് തന്റെ പിൻഗാമി എന്നൊന്നും അതിൽ എഴുതിയിരുന്നില്ല എങ്കിൽ കൂടി തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ ട്വീറ്റുകളിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കമല ഹാരിസ് ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3 പേർ എതിരാളികളായി, അതായത് കമല ഹാരിസിന് എതിരാളികളായി 3 പേരുണ്ട്. 2 സ്റ്റേറ്റ് ഗവർണർമാരും ഒരു ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എതിരായി ഈ പാർട്ടിയുള്ളിൽ തന്നെ ജനകീയമായ മുന്നേറ്റങ്ങൾക്ക്, ജനകീയമായ വിധിക്കായി ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ റാലികളിലാണ് പ്രഖ്യാപനമുണ്ടാവുക, ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാവുക. ഈ വലിയ റാലികളിൽ വലിയ ജനക്കൂട്ടം എത്തി കാര്യമായ ഒരു പിന്തുണയോടെ ഇവരെ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് അംഗീകരിക്കുന്ന ഒരു നീക്കമാണ് നടക്കുക. അത്തരത്തിലുള്ള നീക്കം നടന്നതിന് ശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. തുടർന്ന് നോമിനേഷനിലേക്കും എല്ലാം തന്നെ കടക്കുകയും ചെയ്യും. ഈ ഒരു പ്രഖ്യാപനമായിരിക്കും ഷിക്കാഗോയിൽ നടക്കുന്ന, അടുത്ത മാസം നടക്കാനിരിക്കുന്ന, ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന ആ റാലിയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ കൺവെൻഷനിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം ട്രംപ് നേടിയ വൻ മുന്നേറ്റത്തിന് ഒപ്പം നിൽക്കാനുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ പോലെ ശക്തമായ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൂടാ എന്നും പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നിലവിൽ കമല ഹാരിസിനുള്ള ഒരു ജനകീയ സ്വീകാര്യത വളരെ വലുതാണ് അമേരിക്കയിൽ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ജോ ബൈഡൻ തീർത്തും അവശനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ജനകീയ പിന്തുണ ഒട്ടുമില്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് വളരെയധികം മുന്നേറിയത്. ആ ട്രംപിന്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനും ഒരു പരിധിവരെ ട്രംപിന്റെ മുന്നേറ്റത്തെ കടന്നു കയറാനും സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് ഡെമോക്രാറ്റുകൾ കമല ഹാരിസിനെ കണക്കാക്കുന്നത്. ഇനി ഈ റാലിയിലെ പ്രഖ്യാപനം, അതിനു മുമ്പ് ജനകീയ കൺവെൻഷനുകൾ, അതുപോലെ തന്നെ ഡിബേറ്റുകളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഈ ഡിബേറ്റുകളിലെല്ലാം തന്നെ ജോ ബൈഡനെ എന്താണോ സംഭവിച്ചത് അതിനെ മറികടക്കാനുള്ള ഒരു നീക്കം കമല ഹാരിസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഏറെ ആകർഷകമായ ഒരു പ്രചരണ വേദി കൂടിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത് തന്നെയായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നു, ജനങ്ങളുടെ പിന്തുണ ശക്തമായി ഉണ്ടാകുന്നു. ഇതിനിടയിൽ സാക്ഷാൽ ഈലോൺ മസ്ക് പരസ്യമായി ട്രംപിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണെന്ന് മാത്രമല്ല, കമല ഹാരിസിന്റെ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ട് അദ്ദേഹം പരിഹസിക്കാൻ തുടങ്ങിയിട്ടും ഉണ്ട്.